എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇവിടെ ആർഷോയോ വിദ്യയോ അങ്ങനെ ഇതൊക്കെ ഒറ്റപ്പെട്ട പേരുകളല്ലല്ലോ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് SFI എന്ന് പറയുന്ന സംഘടന എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്യാമ്പസിനകത്ത് അക്രമം നടത്തുന്നതിന്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് എന്ന് പോലും അറിയാത്ത SFIയുടെ നേതാവ് ശിവരഞ്ജിത്തിന് PSC പരീക്ഷാ ക്രമക്കേടിൽ 1ാം റാങ്ക് കിട്ടുന്നു. പറയുന്ന കാരണം സാങ്കേതിക തകരാറ്. തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികൾ ജയിപ്പിച്ചു വിട്ട വനിതാ കൗൺസിലറെ മാറ്റി അവിടെ SFIയുടെ ഏരിയ സെക്രട്ടറി ആയ വിശാഖ് എന്ന് പറയുന്ന SFI നേതാവിനെ തിരികെ കയറ്റുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ. അതിനെപ്പറ്റിയും പറയുന്നത് സാങ്കേതിക തകരാറ്. വാഴക്കുല തൊട്ട് അബദ്ധ പഞ്ചാംഗങ്ങളായി മാറിയ ഒരു തീസിസിന് PhD ഡിഗ്രി അവാർഡ് ചെയ്യുന്നു. അപ്പോഴും പറയുന്നു സാങ്കേതിക തകരാറ്. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. ഈ SFIയുടെ കാലടി സർവകലാശാല ജനറൽ സെക്രട്ടറി വരെ ആയിരുന്ന വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കോളേജുകൾ ആ കുട്ടിക്ക് അതേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജോലി കൊടുക്കുന്നു. അപ്പോഴും പറയുന്നത് സാങ്കേതിക തകരാർ. ഈ SFI എന്ന് പറഞ്ഞാൽ സാങ്കേതിക തകരാർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന രീതിയിലാണോ പേര് എന്ന് നമ്മൾ സംശയിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ PM ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പൊ അദ്ദേഹത്തിന് പരീക്ഷ എഴുതുവാൻ കഴിഞ്ഞില്ല, ജയിലിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വളരെ വീരസ്യത്തോടു കൂടി പറയുന്നത് കേട്ടു. പറച്ചില് കേട്ടാൽ മഹാത്മാഗാന്ധിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് കുറുക്കിയതിന്റെ ബ്രിട്ടീഷുകാരെടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ പോയതെന്ന് തോന്നിപ്പോകും. അല്ല, തൊട്ടടുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയുടെ നെഞ്ചിലേക്ക് കത്തിയെടുത്ത് കുത്തി കൊല്ലുവാൻ ശ്രമിച്ച കേസിനകത്ത് അതേ കുറ്റം തന്നെ മറ്റൊരു വിദ്യാർത്ഥിയിൽ ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ ചെറുപ്പക്കാരന്റെ ജാമ്യം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. അടുത്ത ദിവസങ്ങളിൽ അതിനെപ്പറ്റി വിശദമായിട്ടുള്ള വേറൊരു തെളിവ് ഞങ്ങൾ തന്നെ ഹാജരാക്കുകയും ചെയ്യും. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കാം. ഇപ്പൊ ആർഷോ പറയുന്നു ഇതൊരു ഗൂഢാലോചനയാണ്, ഇതൊരു കോൺസ്പിറസി തിയറിയാണ്. അതിനകത്ത് മാധ്യമങ്ങളെ ആരോപിക്കുന്നുണ്ട്, KSUവിനെ ആരോപിക്കുന്നുണ്ട്, എറണാകുളം DCC ആരോപിക്കുന്നുണ്ട്. നമ്മളെല്ലാം സംശയത്തിന്റെ നിഴലിലാണ്. അങ്ങനെ പറയുന്ന ആർഷോയുടെ വാദത്തെ, ഈ CPMന്റെ ആർഷോയുടെ വാദത്തെ അന്ധമായി വിഴുങ്ങുന്ന ഒരു അടിമ സഖാവിന്റെ ആംഗിൾ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കട്ടെ. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? പിണറായി വിജയൻ എന്നല്ലേ? പിണറായി വിജയന്റെ പാർട്ടി CPM അല്ലേ? ഈ മഹാരാജാസ് എന്ന് പറയുന്ന കോളേജ് സർക്കാർ ഓട്ടോണമസ് കോളേജ് അല്ലേ? അവിടുത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലല്ലേ? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഇനി ഈ മഹാരാജാസ് കോളേജിലെ താങ്കൾ ഇപ്പോൾ കാണിച്ച 3 അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ 3 വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ഏതോ ഒരു സിനിമയിലെ മാമുക്കോയെ പോലും അതിശയിപ്പിക്കുന്ന പ്രകടനം. സത്യത്തിൽ ഇപ്പോ എവിടെയാണ് ഇദ്ദേഹം നിൽക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ജഗദീഷിനോട് ചോദിക്കുന്ന പോലെ സത്യത്തിൽ താക്കോൽ ഇപ്പോ എവിടെയായിരിക്കുന്നതെന്ന് ചോദിക്കേണ്ടി വരുന്ന ആ അവസ്ഥയുള്ള മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ VS ജോയ്, അദ്ദേഹം ഏത് സംഘടനയുടെ ആളാണ്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്നും തന്നെയല്ലേ. ഇടതുപക്ഷം ഒന്നുമല്ല, CPM എന്ന് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാം. CPMന്റെ ഗവൺമെന്റ് കോളേജ് അധ്യാപകരുടെ സംഘടനയായ AKGCTയുടെ മെമ്പറാണ് ഈ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളായ ഡോക്ടർ VS ജോയ്. ഇനി ആർഷോ തന്നെ ആരോപണം ഉന്നയിക്കുന്ന ആർഷോയുടെ ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ വിനോദ് കല്ലോലിക്കൽ. ഈ ഡോക്ടർ വിനോദ് കല്ലോലിക്കലിന്റെ രാഷ്ട്രീയം എന്താ? ഇതേ CPM അധ്യാപക സംഘടനയായ AKGCTയുടെ ഭാരവാഹിയാണ് അദ്ദേഹം. ഇനി ഇതെല്ലാം പോട്ടെ, മഹാരാജാസ് കോളേജിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പ്രിൻസിപ്പൽ എന്ന് കുറ്റം ആരോപിച്ച സൈറ്റിന്റെ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഡോക്ടർ കൃഷ്ണകുമാർ, ബോട്ടണി അധ്യാപകൻ കൂടിയായ ഡോക്ടർ കൃഷ്ണകുമാർ ഏത് അധ്യാപക സംഘടനയുടെ ആളാണ്? AKGCT എന്ന് പറയുന്ന CPMന്റെ അധ്യാപക സംഘടന. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.